സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ പ്രേക്ഷകരെ എത്രത്തോളം സ്വാധീനിക്കും? അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പ്രത്യേകിച്ച് പ്രേമം സിനിമ ഇറങ്ങുന്ന സമയത്ത്. ചിത്രം യുവാക്കളിൽ മോശം സ്വാധീനം ചെലുത്തിയെന്നും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ തൻ്റെ അടുത്ത പ്രോജക്റ്റ് അൽഫോൺസ് പുത്രൻ ഫേസ്ബുക്കിലൂടെ അനൗൺസ് ചെയ്തിരുന്നു. സംഗീതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് അൽഫോൺസ് പുത്രൻ അറിയിച്ചത്. ഉടനെത്തി ഒരാളുടെ കമൻറ്റ്: താങ്കൾക്ക് എൻ്റർടൈൻമെൻറ്റിനൊപ്പം നല്ലൊരു സന്ദേശം നൽകുന്ന ചിത്രം കൂടി എടുത്തൂടെ എന്ന്. ആക്ഷൻ ഹീറോ ബിജു പോലെ നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഒരു ചിത്രം. കമൻ്റ് ഇട്ടയാൾ ഇതിലൂടെ നൈസായിട്ട് വെള്ളമടിച്ച് ദർബാർ കൂടുന്ന ആറാം തമ്പുരാനിലെ ജഗന്നാഥൻ്റെ ഹീറോയിസത്തെയും പരാമർശിച്ചു. താങ്കൾ ഇഷ്ടപ്പെടുന്ന ജഗന്നാഥൻ വെറും വെള്ളമടിച്ച് ഷോ ഓഫ് കാണിച്ച് നടക്കുന്ന ഒരാൾ അല്ലായിരുന്നു എന്നായിരുന്നു ആ പരാമർശം. ഒടുവിൽ അൽഫോൺസ് പുത്രൻ്റെ മറുപടിയും എത്തി. ജഗന്നാഥൻ വെള്ളമടിച്ച് ഷോ ഓഫ് കാണിച്ച് നടന്ന ആളായതുകൊണ്ടാണല്ലോ കുറേ നാൾ പൂട്ടിക്കിടന്ന ഉത്സവം നടത്തിയത്. ആൾക്കാരെ ഇടിച്ചിടിച്ചായിരിക്കും അയാൾ ഹരിമുരളീരവം പാടാൻ പഠിച്ചതല്ലേ. പിന്നെ പോസിറ്റീവ് മെസ്സേജ് നൽകാനായിട്ട് ഞാൻ പടം എടുക്കില്ല. ഞാനൊരു ഉപദേശിയല്ല, ഞാനൊരു പുണ്യാളനും അല്ല, ഞാൻ വെറും മനുഷ്യൻ. ആക്ഷൻ ഹീറോ ബിജു പോലത്തെ പടം എബ്രിഡ് ഷൈൻ ചേട്ടൻ എടുക്കുന്നില്ലേ, അത് അദ്ദേഹം ചെയ്യട്ടെ, എന്നെ എന്തിനാ നന്നാക്കുന്ന അനിയ, അൽഫോൺസ് പുത്രൻ പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.